പുതിയ സെഷനിലേക്ക് സ്വാഗതം. എവ്രി മോർണിംഗ് ഈസ് എ ന്യൂ ബിഗിനിങ് എന്നാണ്. ഓരോ പ്രഭാതവും ജീവിതം നമുക്ക് വീണ്ടും ഒരു പുതിയൊരു അവസരം തരുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലെ എന്ത് സംഭവിച്ചാലും, പിഴവുകളാണെങ്കിലും പരാജയങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും ഇന്നത്തെ ഒരു ദിവസം പുതുതായി തുടങ്ങാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് പോലെയാണ് ഓരോ പ്രഭാതവും. നമുക്ക് നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കാം, നല്ല പ്രവൃത്തികൾ ചെയ്യാം, നല്ല മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാം. ഓരോ രാവിലെയും പുതിയ ഊർജവും പുതിയ സാധ്യതകളും പുതിയ പ്രതീക്ഷകളും കൊണ്ടാണ് വരുന്നത്. ഈ ഒരു മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നിസാവ് സർ ആണ്. വിംബിൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേര് തന്നെയാണ് നിസാവ് സാറിൻ്റെത്. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും കൃത്യമായ ഒരു മറുപടി നൽകാൻ സാറ് നൽകാറുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കാറുണ്ട്. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുമെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു സെഷൻ എല്ലാവർക്കും അറിവും പ്രചോദനവും നൽകുന്ന ഒന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി നിസാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഷമീന. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ തന്നെ എന്താ നല്ല പുകയത്തി പറയലല്ലേ. ഇത് കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖാല്ലേ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല സുഖം, സന്തോഷം, സമാധാനം. വിശേഷം അത് സർ. കേട്ടാ മതി, സമാധാനം ഉണ്ടെന്ന് കേട്ടാ മതി. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം 263 days നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലെ. നമ്മൾ മോർണിംഗ് സർക്കിളിൽ വലിയൊരു ചൈത്ര യാത്രയാണ്. നമ്മളിപ്പോ എല്ലാ ദിവസവും ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ പോലും ഇത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ഈ ഒരു ദിവസത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു നിമിഷം ഞാൻ ഓർക്കാണ് നമ്മുടെ ഈ ഒരു തീം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് സർക്കിൾ എന്നുള്ള പാർട്ട് നമ്മുടെ അനുമാമിനെ ഈ ഒരു നിമിഷം ഞാൻ പ്രത്യേകം കൺഗ്രാജുലേറ്റ്. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ടീം, കോർ ടീം തന്നെ ഉണ്ട്. സജന മുതൽ കുറച്ച് ആളുകൾ, ഹെഡ് സജനയാണ് എങ്കിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ എങ്കിൽ പോലും അവർക്കൊക്കെ ഒരു താങ്ക് യു. പിന്നെ ഡെയിലി പിന്നെ പാർട്ടിസിപ്പന്റ്, എന്താ പറയാ, ഇപ്പൊ ആദ്യം ഒരു 15 തുടങ്ങി, ചില ദിവസം 50, ഇന്ന് ഏകദേശം 20, ഞാനടക്കം 29. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക്, നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. സന്തോഷവും സമാധാനം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന്. കാരണം നിങ്ങൾ ഇന്നത്തെ ഒരു ടോപ്പിക് ആൾട്ടർനേറ്റീവ് ബിഹേവിയർ ആൻഡ് ബിലീഫ് സിസ്റ്റം എന്നുള്ളതാണ്. നിങ്ങൾ സൈക്കോളജിക്കലി ആയിട്ട് ഒരുപാട് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറയാനല്ല, പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിലെ ചില ഇൻസിഡൻസുകൾ കണക്ട് ചെയ്തുകൊണ്ട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ഒരു ടോപ്പിക്കിനെ മറ്റൊരു വേയിലേക്ക് കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കും എന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമുക്ക് ഫൈനലി ആയി ചില ചോദ്യങ്ങൾ നിങ്ങളോട്. അപ്പോ ആദ്യത്തെ ഒരു ഇൻസിഡന്റ്, ഒരു കേസ് തന്നെയാണ്. എല്ലാം കേസ് തന്നെയാണ് ഞാൻ ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ചില ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഫ്യൂ ഡേയ്സ് ബിഫോർ, ഏകദേശം 2 ആഴ്ചയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ക്ലയന്റ് ആണ്. ഏകദേശം ഒരു 65-70 ആ ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു കേസ് എന്ന് പറയുമ്പോൾ അക്കാദമിക്ക് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്നൊരാൾ കാണുമെന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റഡ് ആണ് ഈ ഒരു കോൾ. അപ്പോ അയാള് വിളിച്ചു, ഞാൻ അബുദാബിയിലാണ്, സാറിന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഫ്രീ സമയം പറഞ്ഞു. എവിടെയാണ് അബുദാബി, ലൊക്കേഷൻ അയച്ചു കൊടുത്ത സമയത്ത് എന്റെ തൊട്ട 2 ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് തന്നെയാണ് പുള്ളിക്കാരനെയും താമസം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റൂമിലേക്ക് വരാം. അപ്പൊ പുള്ളിക്കാരൻ എന്റെ റൂമിലേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അങ്ങനെ ഇന്ന ദിവസം ഞാൻ ഫിക്സ് ചെയ്തു. വൈകിട്ട് ഒരു 5 മണിക്ക്, ഇവിടുത്തെ ഒരു 5 മണി സമയം പറഞ്ഞു. ആള് വന്നു. നേരിട്ട് പറഞ്ഞു, വളരെയധികം പുഞ്ചിരിയോട് കൂടി, അതേപോലെ വളരെയധികം വളരെ ഒരു പരുക്കനായിട്ടുള്ള മനുഷ്യൻ. കാരണം നമുക്ക് കണ്ടാൽ തോന്നില്ല ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം ഉണ്ടോ എന്തോ, ഒന്നും ഒരു സിംറ്റംസും ഇല്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരും, ഇയാളിപ്പോ എന്തിനായിരിക്കില്ല പറഞ്ഞത്. കണ്ടിട്ട് ഫിസിക്കലി ആയിട്ട് കാണുമ്പോൾ ഒന്നും കാണും. നമ്മൾ ആദ്യം ഫേഷ്യൽ എക്സ്പ്രഷനും ഫിസിക്കലി ആണ് നോക്കുക, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അതിലൊന്നും നോക്കുന്ന സമയത്തില്ല. അങ്ങനെ ഇയാൾ വന്ന സമയത്ത് ഇരുന്നു സംസാരം തുടങ്ങി. അപ്പൊ ഇയാൾക്ക് സംസാരിക്കാൻ എങ്ങനെയാണെന്നുള്ള ഒരു പ്രയാസമുണ്ട്, എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഇയാളെ പേഴ്സണൽ ലൈഫ് വെച്ച്, എവിടെ നിന്നാണ്, നാട് എവിടെയാണ്, കുട്ടികൾ എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് നമ്മളൊരു ടെക്നിക്ക് ഉണ്ട്. എന്തിനായിനിപ്പോ വന്നത് വെച്ചു, എന്താ ഈ പ്രയാസം എന്നുള്ളത് ചോദ്യം ഞങ്ങൾ ചോദിക്കാറുണ്ട്.
കൗൺസിലർ എല്ലാം ചോദിക്കും. അപ്പൊ അതിനിടയ്ക്ക് അയാൾ ഞാൻ വന്ന കാര്യം മറന്നുപോയി എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻസിഡൻസ് ഉണ്ടായി. അതായത് ഞാൻ എൻ്റെ പേരക്കുട്ടിയുമായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവനാണ് ഞാൻ 7 വയസ്സായി, 7 വയസ്സിന്റെ അടുത്ത്. അവനായിട്ട് എല്ലാ ലൈഫും ഞാൻ അവന്റെ കൂടെയാണ്, എന്റെ മകന്റെ കൂടെയാണ് താമസം. അവന്റെ ഫാമിലി ഉണ്ട്, എന്റെ വൈഫ് ഉണ്ട്, എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഞാൻ 10-30 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്, ജോലിയൊക്കെ ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്റെ മകനെ കളിക്കുന്നതിൽ സ്വന്തം മകൻ, മൂത്ത മകനാ, എന്നോട് സഡൻലി അന്ന് ആ ദിവസം എന്നോട് പറയാണ്, എനിക്ക് കിട്ടാത്ത സ്നേഹം എന്റെ മകന് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, അത് കൊടുക്കരുത് എന്ന്. ഈ ഒരൊറ്റ ഡയലോഗാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മകൻ അത് പറഞ്ഞു പോയി, പുറത്തേക്ക് പോയി. പക്ഷെ ഇതിന് ശേഷം അയാൾക്ക് ഉണ്ടായിരുന്ന ചില മാനസികമായിട്ടുള്ള ചില മാറ്റങ്ങൾ, അയാള് പൂർണ്ണമായിട്ടും എനിക്ക് ആ വീട്ടിൽ നിൽക്കാനില്ല തോന്നുന്നില്ല, പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ നിരന്തരമായി ചെയ്യുന്ന ആക്ടിവിറ്റീസുകളും ചെയ്യുന്നില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു തകർന്നിക്കുന്ന അവസരത്തിലാണ് നമ്മളടുത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു സാഹചര്യം നമ്മളടുത്ത് വന്ന സമയത്ത് അയാളെ കുറെ സമാധാനപ്പെടുത്തലും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മകനുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അത് അവൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങളടുത്ത് എന്തിനാണ് വന്നിട്ട് എന്നോട് കാര്യം പറഞ്ഞ പല പ്രശ്നങ്ങളും. അങ്ങനെ അയാൾ നിർബന്ധിച്ച് പറഞ്ഞു, ഈ ഒരു പ്രശ്നം നിങ്ങളുമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ തീർക്കേണ്ടതാണ്, നിർബന്ധിച്ച് നമ്പർ വാങ്ങി. അപ്പോ ഇവിടെ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, ആ സ്റ്റോറി അവിടെ നമ്മൾ നിർത്തിവെച്ചു. ഇനി അടുത്തത് പറഞ്ഞാൽ ഈ മകന്റെ നമ്പർ ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ മകന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ്ഡ് ആണ്. അതായത് ഞാൻ എഴുതി വെച്ചത് സേഫ്റ്റി ഓഫീസർ 1 എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരന് ഒരു സേഫ്റ്റി ഓഫീസറാണ്, നമ്മുടെ കമ്പനിയിലെ ഓഫീസിൽ മാസത്തിൽ ഒരു വട്ടം ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു ടീമിലെ ഒരു ഓഫീസറാണ് അദ്ദേഹം. പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല, പല മലയാളീസ് നമ്മുടെ ഓഫീസിൽ വരാറുണ്ട്. പക്ഷെ എങ്കിൽ ഏതായാലും അയാൾ പറഞ്ഞു, പരിചയമുള്ള നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരോട് നമ്പർ വാങ്ങി ഓഫീസിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോയി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ ഫോണിൽ വിളിക്കാനും പാടില്ല, കാരണം പിറ്റേ മാസം വരുന്ന സമയത്ത് നമുക്ക് ഓഫീസ് ടോൾ ഫ്രീയിൽ വിളിച്ച് ഇവരെ റിക്വസ്റ്റ് അയക്കണം, മെയിൽ അയക്കണം, പിന്നെ അത് നമുക്ക് സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരന് ആ ഒരു സമയത്ത് പുള്ളിക്കാരന്റെ ID നമ്പർ ഒക്കെ കൊടുത്ത് പുള്ളിക്കാരെ തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ മെയിൽ അയച്ചു, കാരണം സംസാരിക്കണമല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ 3-4 ദിവസങ്ങൾക്ക് ശേഷം അവിടെ വന്നു. സംസാരിച്ചില്ല, അതിനു മുമ്പ് നിരന്തരമായിട്ട് പരിചയമുള്ള ഒരാളാണ്. അയാൾ ഡെയിലി വന്നാൽ എൻ്റെ അടുത്ത് ഇരിക്കും, ഞങ്ങൾ സംസാരിക്കും. പക്ഷെ പേര് ഓർമ്മയില്ല എനിക്ക്, അത് ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ട്. അപ്പോ ആ ഒരു സംസാരിക്കുന്നത് പുള്ളിക്കാരൻ ഒരു ശൈലിയുണ്ട്. പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് ചോദിക്കും. നമ്മൾ ക്രിസ്ത്യൻ ടൈപ്പ് ഉണ്ടല്ലോ, ക്രിസ്ത്യൻസ് ആണ് അവര്. അപ്പോ പുതിയ കേസുകളൊന്നും വന്നില്ല സാർ. പുള്ളിക്കാരൻ വരുന്ന സമയത്ത് എന്നോട് കുറെ നേരം ഇരിക്കും, നമ്മൾ എന്ത് ഫ്രീ ആണെങ്കിൽ കേസൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു കേസ് വന്നിട്ടുണ്ട്, നമുക്കത് സംസാരിക്കാം, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നതാണ്, നിങ്ങൾ കേട്ടിരുന്നോളി. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ഈ അവിടെ നടന്നിട്ടുള്ള ഇൻസിഡൻസുകളൊക്കെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. സംസാരിച്ച് കിട്ടുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ കേട്ടിക്കാണ്. ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ കേട്ട നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള നിങ്ങൾക്ക് എന്താ അതിൽ മനസ്സിലായി? അപ്പൊ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടുള്ള അയാൾ ആ സ്വന്തം മകന് മനസ്സിലായിട്ടില്ല, പിന്നെ ആരാ മനസ്സിലാക്കുക എന്നുള്ള ചോദ്യം അവിടെ അയാൾ ഭാഗത്തുന്നുണ്ട്. അപ്പൊ സഡൻലി ആയിട്ട് ഞാൻ ചോദിക്കാത്തൊരു ചോദ്യം അവിടെ വന്നുപോയി, എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം അച്ഛനോട് പിന്നെ അത് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ അയാൾ ഈശ്വര എന്ന് പറഞ്ഞിട്ട് തലേ കൈയിട്ട്, ചാച്ചൻ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഇവിടെ അല്ല, റൂമിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെയും നമുക്ക് പോസ് ചെയ്യാം. ഇവിടെയും നിങ്ങളെ ആ ഒരു മൈൻഡ് ഇവിടെ സ്റ്റെക്ക് ചെയ്യാം. അടുത്ത സ്റ്റോറിയിലേക്ക്, ഇത് എനിക്ക് 2 അടി കിട്ടിയ കഥയാണ്, അപ്പൊ അതിലേക്ക് പോവാം. അടുത്ത ഒന്ന് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു കേസ്, അതായത് OCD കേസാണ്. OCD കേസ് നമ്മൾ സാധാരണ കണ്ടാമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പോഷർ തെറാപ്പി കൊടുക്കേണ്ടി വരും. എടുക്കേണ്ട സമയത്ത് ചില റൂൾസുകൾ ഉണ്ട്. അതായത് റൂൾസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കോ തെറാപ്പിസ്റ്റിന്റെ അസിസ്റ്റന്റ് കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പറോട് കൂടിയോ അല്ലെ ക്ലയന്റിന്റെ കൂടെയോ ആരുമില്ലാതെ നമ്മൾ പ്രത്യേകിച്ചും എക്സ്പോഷർ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അറബിക് ക്ലയന്റ് ആണ്, അയാൾ എന്നോട് അടുത്ത് വന്നു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഈ ഒരു എക്സ്പോഷർ എനിക്ക് വരുന്ന 3 സെഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ട് എംപൾസീവ് ആയിട്ട് ഒരു ബിഹേവിയർ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ വയലന്റ് ആവും. അതൊക്കെ എനിക്കറിയാം, ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്താൽ അതൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. അപ്പൊ ഒരു ധൈര്യത്തിന് ഞാൻ എന്ത് ചെയ്യും, നമുക്ക് സാധാരണയായിട്ട് ഒരു തുണിന്റെ കഷ്ണം എടുത്തിട്ട് 2 കൈയും കൂട്ടിക്കെട്ടും അയാളുടെ, ഈ ഒരു ക്ലയന്റിന്റെ. ഇങ്ങനത്തെ ക്ലയന്റിന് നമുക്കറിയാം എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ആ കൈൻഡ് കൂട്ടി കെട്ടിയതിന് ശേഷം എന്ത് ചെയ്തു, കയ്യിൽ കുറച്ച് നമുക്ക് പേസ്റ്റുകളോ, സാധാരണ ഞാൻ ഒരു മൈദപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് കണ്ടാമിനേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യും, കുറച്ച് ഇയാളെ കയ്യിൽ തേക്കുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നത്.
പക്ഷെ ആ സംഭവിച്ച് അയാൾ കയ്യിൽ വെച്ചു. ഈ കൈ ഇങ്ങനെ കെട്ടിക്കാണല്ലോ. കൈ ഇങ്ങനെ കെട്ടിക്കണ സമയത്ത് എന്ത് ചെയ്തു അയാള്? പിന്നെ സ്വന്തം ഈ പറഞ്ഞ സമയത്ത് വളരെയധികം അയാൾക്ക് ദേഷ്യവും അഗ്രസ്, കാരണം ഈ ഒരു സമയത്ത് ഹാബിറ്റേഷൻ എന്ന പ്രോസസ്സിങ് അവിടെ ഉണ്ട്. അത് നമ്മൾ നിർത്തണമെങ്കിൽ ഈ ഒരു ടൈമിങ് അയാൾ പിടിച്ചു നിൽക്കണം. പക്ഷെ ആ പിടിച്ചു നിൽക്കാൻ കുറഞ്ഞ ഫ്യൂ സെക്കൻഡ് പോലും അയാൾക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ആ പെട്ടെന്ന് അയാൾ കൈ കെട്ടിയിട്ട് ആ കൈ എന്തെന്നു അയാൾ എന്ത് ചെയ്തു, അത് പെട്ടെന്ന് അയക്കാൻ പറ്റുന്നില്ല. അയാൾ എന്ത് ചെയ്തു, നേരെ തല കൊണ്ട് എന്റെ തലക്ക് കൊന്നു തന്നു. നേരെ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, എന്റെ ഒരു ചെവിയിൽ കൂടെ 4 കിളി പോയി, മറ്റേ ചെവിയിൽ കൂടെ 3 കിളി, ടോട്ടൽ 7 കിളി അങ്ങനെ പോയിട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രവർത്തനം അയാൾ എന്താ ചെയ്യുന്നത്, പിന്നെ അയാൾ സ്വന്തം കൈ വായ കൊണ്ട് ഈ കെട്ട് അയച്ചിട്ട് എന്റെ ഷർട്ടർ കോളർ പിടിച്ചിരിക്കുകയാണ് രണ്ടാളും. അവര് ഷർട്ടർ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു അലാറം ഉണ്ടോ, അലാറം സിസ്റ്റം ഉണ്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ. പക്ഷെ ആ അലാറം സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ സേഫ്റ്റി ആണ്, പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ അത് പ്രസ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ടുള്ള പുറത്തൊരു സൗണ്ട് ശബ്ദങ്ങൾ, ഇയാൾ ഭയങ്കരമായിട്ടുള്ള അറബിയിൽ മനോഹരമായിട്ടുള്ള കുറെ തെറികളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വലിയ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങ് പോയിട്ടില്ല. അപ്പൊ ഈ ഒരു ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ട്, അതായത് ക്ലീനർ ആണ്, അവിടെ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഓഫീസിൽ ക്ലീൻ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് ഇങ്ങോട്ട് റൂം തുറന്ന് എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഈ അടുത്തേക്ക് വന്ന സമയത്ത്, കാരണം അയാൾ പിടിച്ചു മാറ്റാനുള്ള, ഞാൻ പറഞ്ഞു തൊട്ട് ആ സമയത്ത് അതുവരെ സൈലന്റ് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു, അവിടെ അവനോട് പറഞ്ഞു തൊട്ടു പോകരുത്, നിന്നോരാടെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. ഇതൊരു ട്രീറ്റ്മെന്റിന്റെ സമയമാണ്. നിനക്ക് ആരാണ്, നിനക്ക് ക്ലീനിങ് അല്ല പണി. കാരണം ഒരിക്കൽ പോലും ഞാൻ അവനോട് ഒരിക്കൽ, അവിടെ ഒരു 10 വർഷമായി അവനെ കാണുന്നു, ഒരിക്കൽ പോലും ഞാൻ അവനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ആദ്യമായിട്ടുള്ള ഒരു ഇൻസിഡൻസ്. ഇത് കേട്ട് അവൻ പകച്ചെന്ന് അവന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ ഒരു സമയം എന്ത് ചെയ്തു, ആള് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാണല്ലോ, ആ സമയത്ത് ഒന്ന് റിലാക്സ് ആയി. കാരണം ഇവിടെയും എന്താണ്, ഈ ഒരു സ്റ്റോറിയും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വെക്കുക. നമുക്ക് കണക്റ്റഡ് ആണ്. ഇനി നമ്മുടെ റിയൽ ലൈഫിലേക്ക് നമ്മൾ മറ്റൊരു ലൈഫിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? ക്യാച്ചഡ് ആണോ സംഭവങ്ങൾ 3? ഓക്കെ. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു ആൾട്ടർനേറ്റീവ് ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ സ്വയം ജീവിതത്തിലേക്ക് നിങ്ങൾ ബാക്കപ്പ് എടുക്കണം. അതായത് പ്രത്യേകിച്ച് നമുക്ക് പെൺകുട്ടികളെ കാര്യം എടുക്കാം. അതായത് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അമ്മമാരായിരിക്കും കൂടുതലായിട്ട് കരയുക, അവിടെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയും. ചിലപ്പോൾ നിശബ്ദനായിട്ട് ഒരു മൂലയിൽ ഒലിഞ്ഞിരിക്കുന്ന, അല്ല നോക്കി നിൽക്കുന്ന ഒരു അച്ഛന്റെ മുഖം അവിടെ കാണാം. ഇങ്ങനെ പലതരത്തിലുള്ള ആ ഒരു ആളുകളെ നമുക്ക് കാണാം. പക്ഷെ ആ സഡൻലി എന്താണ്, കുറഞ്ഞ നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കരച്ചിലും ബഹളമായി ഓരോരുത്തർ ഓരോ ജീവിതത്തിലേക്കും ജോലിയിലും ആളുകളെ പറഞ്ഞു വിടാനും വിരുന്നുകാരെ നോക്കാനും ഒക്കെ സമയത്ത് എല്ലാവരും പോവും. അവിടെ അത് കഴിയും. പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്. ആള് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക്, ആ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി പതിയെ പതിയെ ജീവിതം തുടങ്ങി ഒരു കുട്ടിയൊക്കെ ആയി തന്ന വീട്ടിലേക്ക് വരുന്ന വളരെ സ്വീകരണങ്ങൾ ഡെയിലി കിട്ടുകയാണ്. 3 മാസം പ്രസവമൊക്കെ കഴിഞ്ഞ് 3 മാസം നിന്നു. പിന്നെ തിരിച്ചു പോയി സ്വന്തം അവരെ വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ ഒരു 1-2 കുട്ടികളൊക്കെ ആയെന്ന് വിചാരിച്ചോളെ, അവിടെയാണ് യഥാർത്ഥ പ്രോസസ്സിങ് നടക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി വരും, നിന്റെ കുട്ടി വന്നു എന്ന് പറഞ്ഞിട്ട്. അതാരായിരിക്കും? നമ്മുടെ സ്വന്തം അമ്മ. എന്നിട്ട് നമ്മളെ ഒക്കത്തുള്ള കുട്ടീനെ നമ്മൾ വായി എടുത്തിട്ട് പറയും, നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെയാണോ നോക്കുന്നത് എന്ന്. അപ്പൊ അവിടെ എന്താണ് പറയാ, അവിടെ ചിലപ്പോൾ ഒരു പണിയൊന്നും ഉണ്ടാവില്ല. എന്നാലും മകള് പറയുന്നത് എന്താണ്, നമുക്കറിയാലോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ, ഞാനില്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത്. ഇത് നമുക്ക് പറയും. പിന്നീട് ആ 2 ദിവസം എന്താണ്, അവിടെ ഉത്സവമായിരിക്കും ആ വീട്ടില്. ആ അമ്മ രാവിലെ എഴുന്നേറ്റതുപോലെ വൈകുന്നേരം വരെ കുട്ടികളെ നോക്കുന്നു. ഇവളും ചെയ്യും, മൊബൈൽ നോക്കിയിട്ടോ അല്ല മൂടിലോ, ഞാൻ ഉറങ്ങാനാ വന്നത്, ഒരു പണിക്ക് എന്നെ കിട്ടില്ല എന്നുള്ളത് ആ അർത്ഥത്തിൽ. അപ്പോ ഈ രീതിയിൽ നമ്മൾ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പണി ആ സമയത്ത് കിട്ടും. അപ്പോ ഈ ഒരു സംഭവം എന്ത് ചെയ്യും, അച്ഛനാണെങ്കിലോ മക്കളെ കൂടെ കളിയും, അവരെ ചിരിയ ലോകത്ത് ഒക്കെ. ഇത് രാത്രി എന്ത് ചെയ്യും, ആ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. രാത്രി കിടക്കാൻ നേരത്ത് അമ്മ സ്വന്തം മകളെടുത്ത് ഒരു ചോദ്യമുണ്ട്, പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു ചോദ്യം. ഞാൻ വന്ന മുതൽ നിന്നെ ശ്രദ്ധിക്കാണ്, നിന്റെ മുഖം വല്ലാതിരിക്കും, എന്താ പ്രശ്നം, അവിടെ എന്താ ബുദ്ധിമുട്ട് നിനക്കുണ്ടോ? അപ്പൊ മകള് പറയും, ഏയ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, അമ്മയ്ക്ക് തോന്നുന്നതാ, ഇന്ന് ഞാൻ അമ്മേന്റെ കൂടെ ഒന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കും. ചിലപ്പോ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അതായിരിക്കാം ചിലപ്പോൾ. അപ്പൊ അമ്മേന്റെ മറുപടി എന്താണ്, ഈ കുട്ടിയുടെ കാര്യം പോത്ത് പോലെ വളർന്നിട്ടും ഇപ്പോഴും ആ ഒരു ശീലങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ള ഒരു സ്നേഹം. അങ്ങനെ നേരം വെളുത്തു, വീട്ടിലേക്ക് പോവാനുള്ള സാധനങ്ങളൊക്കെ ആ പറമ്പിലുള്ള ചക്ക, മാങ്ങ എല്ലാം ഓട്ടോയിൽ വണ്ടി കയറ്റിയിട്ടുണ്ടാവും. അവസാനം പോകുന്നിടത്ത് അമ്മ ഒരു കത്തിങ്ങെടുത്ത് ആ ചെടീന്റെ നമ്മൾ വളർത്തിയ ചെടീന്റെ അടിഭാഗം ഒക്കെ വെട്ടി ആ വണ്ടിയിൽ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പരിപാടി കഴിഞ്ഞ് പോകും. അങ്ങനെ തിരിച്ചു പോയിട്ട് ആൾ ആ ഓട്ടോയിലോ വണ്ടിയിലോ കയറുന്ന സമയത്ത് ഒരു തിരിഞ്ഞ നോട്ടമുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ തിരിഞ്ഞു പോവാൻ.
എന്നിട്ട് പറച്ചിട്ട് നമ്മൾ ആംഗ്ലന്മാരോട് പറയും ഞാൻ അടുത്ത 1-ാം തീയതി വരാട്ടോ എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്യും. അപ്പോ ഈ ഒരു യാത്രയിൽ അവിടെ വീട്ടിൽ സ്വന്തം ഭർത്താവിന്റെ എത്തുന്നു, നേരെ റൂമിലേക്ക് എടുക്കുന്നു. ആള് ഒരു 5 മിനിറ്റ് സൈലന്റ്, ഒരു നെടുവീർപ്പിടുകയാണ്. കാരണം എനിക്ക് ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കിട്ടിയ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവാണ്. അമ്മയുടെയും അച്ഛന്റെയും കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം, ആ പിന്നെ കരുണ, അതേപോലെ ഈ ഒരു കരുതൽ എനിക്ക് എന്നേക്കും സ്വന്തം നാട് നഷ്ടപ്പെടാൻ പോവാണ്. അതേപോലെ സ്വന്തം വീട് നഷ്ടപ്പെടാൻ പോവാണ്. ഈ ഒരു യാഥാർത്ഥ്യം ആ 5 സെക്കൻഡിനുള്ളിൽ ആ വീട്ടിൽ നിന്ന് നെടുവീർപ്പോടെ ആ പെൺകുട്ടി ആലോചിക്കുന്നത്. പിന്നെയുള്ള ദിവസങ്ങൾ 1-2 ദിവസം നമ്മൾ സാധാരണ ഈ അമ്മായിമ്മ വരും, അവള് വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസം പെടും പ്രശ്നങ്ങൾ അവിടെ, അവളോടൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം എന്ത് കുത്തിത്തിരിപ്പാണ് ആ തള്ള കൊടുത്ത് വിട്ടിടുന്നത് ചില ആളുകൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. പക്ഷെ ഈ ഒരു പെൺകുട്ടിയെ കാര്യം പിന്നീട് അവിടെ ചെപ്പോ വീട്ടില് പല ജോലികളും എന്താ ചെയ്യുക, ആള് വന്ന ഡ്രസ്സൊക്കെ മാറി ഏറ്റവും പഴയ ഒരു ചുരിദാറോ നെയ്റ്റിയായി എടുത്തിടുക. എന്നിട്ട് അത് എടുത്തിട്ടിട്ട് വീട്ടിലെ ഓരോ ജോലിയിലും ആളിങ്ങനെ പല മേഖലയിലേക്കൂടെ ഓരോന്ന് തീർക്കും. അതിനിടയ്ക്ക് നമ്മൾ ആണുങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടായിരിക്കും, ഭയങ്കര പ്രഷറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, നിനക്ക് 2 ദിവസം കൂടി അവിടെ നിന്നാ പോരെ, ഞാൻ ആരോ നിന്നെ അങ്ങോട്ട് വിളിച്ചോ നിർബന്ധിച്ചിട്ട് എന്നുള്ളത്. പക്ഷെ ആ ചോദ്യത്തിനും ഒരു അർത്ഥം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ആണുങ്ങൾ ആ സമയത്ത് പ്രൊവോക്കേറ്റ് ചെയ്യാണ്. കാരണം പിന്നെ ഓരോ കാരണങ്ങൾ അങ്ങോട്ടും കച്ചറ കൂടിയാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ അവിടെ തീരില്ല. അതേ സമയത്ത് നമ്മളൊന്ന് സൈലന്റ് ആയിട്ടൊന്ന് മാറി നിന്നാല് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പൊട്ടിക്കരച്ചിൽ വരെ നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതകൾ. കാരണം ഞാൻ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു വരുന്നത്, ഒരു ദിവസത്തിനുള്ളിൽ എത്ര മുഖങ്ങളാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് പോയിട്ടുള്ളത്. അതായത് കല്യാണത്തിന് മുമ്പ് ആ അമ്മയും മകളും എങ്ങനെയായിരുന്നു, എന്നും വീട്ടിൽ വഴക്കായിരിക്കും, എന്നും അടിയായിരിക്കും, അത് ചെയ്യ് ഇത് ചെയ്യ് എങ്ങോട്ട്, എല്ലാത്തിനും ലിമിറ്റേഷൻ. പക്ഷെ പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് അമ്മയുടെ സ്വീകരണം, എന്റെ കുട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യം. പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള പല മേഖലയിലേക്ക് ഒരു ഉത്തരവാദിത്തങ്ങളായി ജീവിതത്തിലെ പല പ്രയാസങ്ങളും ആ പെൺകുട്ടി കടന്നു പോവുകയാണ്. രാവിലെ 8 മണിക്ക് പോലും എഴുന്നേൽക്ക ആള് 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കാണ്, സ്വന്തം കുട്ടികളെ ഭർത്താവിനൊക്കെ. കാരണം റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് ഇതിന്റെ അടുത്ത് സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടാവും, പല കാര്യങ്ങളും അതുണ്ടാവും. എങ്കിൽ പോലും എവിടെയും ഈ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തളർന്നു പോകുന്നില്ല. ഇതൊരു ആൾട്ടർനേറ്റീവ് ബിഹേവിയർ ആണ്, പല മേഖലയിലും കടന്നു പോകുന്നു. അപ്പോ ഇനി അതേ സമയത്ത് നമ്മൾ ആണുങ്ങളെ ഭാഗത്ത്, കാരണം ഇവിടെ ഒരിക്കലും 90% ആളുകൾ സ്വന്തം അച്ഛന്റെ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നുള്ള ആളുകളായിരിക്കും. കാരണം ആ ഒരു സമയത്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരുന്നു ഒക്കെ പല കാരണങ്ങൾ പറയുമെങ്കിലും ഇവിടെ ഒരു അച്ഛന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഏകദേശം ഒരു സമയം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവരാണ് യഥാർത്ഥ മക്കളെ സ്നേഹിക്കൽ തുടങ്ങും. സ്വന്തം മക്കളല്ല, സ്വന്തം മക്കളെ ആരെങ്കിലും നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യും, ആ ഒരു മക്കളെ ലോകത്തെ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കും, ഈ ഒരു സ്നേഹമൊക്കെ അച്ഛന് അല്ലെങ്കിൽ നമ്മ ഉപ്പക്ക് ഉണ്ടായിരുന്നു, എന്നോട് ഒരിക്കൽ പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ ഇയാൾക്ക് അത് എവിടുന്ന ഈ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം നമുക്ക് നോക്കി നിൽക്കാനേ പറ്റും. ചില ആളുകൾ അത് അംഗീകരിക്കും, അക്സെപ്റ്റൻസ് ചെയ്യും. കാരണം അയാൾ അങ്ങനെയായിരുന്നു, ഇനിയിപ്പോ എന്റെ മക്കൾക്ക് ഒരു സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, ഈ ഒരു പാത്ത് വേ കൂടെ അങ്ങനെ സഞ്ചരിക്കും. അപ്പോ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോ വർഷങ്ങളോളം മനസ്സിൽ വെക്കുന്ന സ്നേഹം അന്നും അയാൾക്ക് സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു, അതേപോലെ ആ മക്കളോട് എങ്ങനെ പെരുമാറുന്ന ചിലപ്പോൾ അറിഞ്ഞിട്ട് ആ നോളജ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതെല്ലാം മാറി, ജനറേഷൻ മാറി നമ്മളെ മുമ്പിൽ അയാൾ വരുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഇതും ഒരു ആൾട്ടർനേറ്റീവ് ബിഹേവിയർ ആണ്. അപ്പോ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫസ്റ്റ് കേസിലേക്ക് തന്നെ വരാം. നമുക്ക് ആദ്യത്തെ അച്ഛന്റെ കേസ്. അയാൾ എന്തിനായിരുന്നു നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്? അയാൾ വന്നത് എന്തിനാണ്? സ്വന്തം മകന് എന്നോട് ഏത് കാര്യം പറഞ്ഞു എന്നുള്ളത്. ആ അച്ഛന്റെ യഥാർത്ഥത്തിൽ വിഷമം എന്താ അറിയോ? എനിക്ക് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ എന്റെ മകനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ള പറഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമുണ്ട് എന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഏകദേശം 23 വയസ്സ് മുതൽ ഗൾഫിലാണ്. അന്ന് എനിക്കൊരു കുടുംബ ജീവിതം ഉണ്ടാക്കി തന്നത് ഒരു അമ്മയാണ്. എന്റെ 29-ാം വയസ്സിൽ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കൊരു കുടുംബം വേണ്ടടാ എന്നുള്ള ആ ചോദ്യത്തിലാണ് ഞാനൊരു കല്യാണം കഴിക്കുന്നത്. പിന്നീട് എനിക്ക് 5 പെങ്ങന്മാരുണ്ടായിരുന്നു, അവരുടെ ജീവിതം, അവർക്കുള്ള കാര്യങ്ങൾ ഓരോന്നിലും മകതും എനിക്ക് 4 കുട്ടികളായി. പക്ഷെ ഇതിലൊന്നും മക്കൾക്ക് ഞാൻ എല്ലാ സമയത്തും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് ഞങ്ങൾ പൂർണ്ണമായി സെറ്റിൽ ആയിട്ടുള്ളത്. പക്ഷെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് പക്ഷെ അവൻ അത് പറഞ്ഞ സമയത്ത് എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ള വലിയൊരു സങ്കടമായിട്ടാണ്. മകനെ കുറ്റപ്പെടുത്തലല്ല, മകനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ള ഒരു തീം. ഇവിടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് പറയുന്ന ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സങ്കടങ്ങൾക്ക് ഉള്ളിലൊതുക്കാൻ പുറമേ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ്, ഒരു സ്വഭാവമാണ് ആൾട്ടർനേറ്റീവ് ബിഹേവിയർ എന്നുള്ളത് ആ അച്ഛന്റെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതേ സ്ഥാനത്ത്
ആ ഒരു കേസിൽ പറയാം അച്ഛൻ പറയാണ് മകനോട് ഒരിക്കലും ഈ ഒരു കാര്യം പറയാൻ പാടില്ല, അവൻ അറിഞ്ഞ പ്രശ്നങ്ങളാവും, പിന്നെ എന്നോട് കാര്യം പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെയും ബുദ്ധിമുട്ടുകൾ. ഞാൻ പറഞ്ഞു അതൊന്നും സംഭവിക്കില്ല, ഞാൻ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ നേരെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് ആ വരാന്തകളിലേക്ക് പോവുക. അയാള് എന്നോട് സംസാരിച്ചു തുടങ്ങി ഈ പറഞ്ഞതുപോലെ. അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛനെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പോ അയാള് വളരെ സങ്കടത്തോട് തലക്ക് കൈ വെച്ച് പറഞ്ഞ സംഭവങ്ങളാണ്. ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. അല്ലെങ്കിൽ അച്ഛനെ അയാൾ കുറ്റപ്പെടുത്തിയതോ അയാൾ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ല അതൊന്നുമല്ല. എനിക്ക് എന്താണ് ഇത് കേസിൽ ചെയ്യാനുള്ളത് എന്ന്. അപ്പോ നമുക്ക് എന്താണ് അവിടെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. വീട്ടിൽ പോവുക, നേരെ അച്ഛനൊന്ന് ഹഗ് ചെയ്യുക, ഒന്ന് ചെവിയിലൊന്ന് പറയുക, എന്റെ ഭാഗത്ത് അത് പറ്റിപ്പോയി, ഞാൻ പറയാൻ പാടില്ലാത്തത്, അത് മതി. പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് തീരാം. കാരണം ഒരു മകൻ മനസ്സിലാക്കി കഴിഞ്ഞു, ഒരു മകനെ അച്ഛനും ഇവിടെ മനസ്സിലാക്കി. ഒരുപാട് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഉള്ളിൽ ഒരുപാട് സങ്കടം, എന്റെ മകൻ എങ്ങനെ സ്നേഹിക്കും, എന്റെ മക്കളോട് ഇങ്ങനെ പെരുമാറണം, അതിന് സമയം കിട്ടിയിട്ടില്ല. അതേപോലെ മകന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു അച്ഛനോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ സ്വന്തം മകനെ കളിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കാരണം ഈ ഒരു സ്നേഹമല്ല, കാരണം അതും ഒരു സ്നേഹമാണ്. കെയറിങ്, ലവിങ് എന്നൊക്കെ പറയുന്ന പലതരത്തിൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒരാള് വളരെ എന്താണ് ഗൗരവത്തോട് നടക്കുന്ന ഒരാൾക്ക് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾ മോശക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ അൻസാർ സാറ്, സജ്ന മാം ഇവരൊക്കെ ഒന്ന് പറഞ്ഞു, ഞാൻ സെഷൻ എടുക്കുന്ന സമയത്ത് ചിരിക്കാറില്ല എന്ന്. വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഇരിക്കാറുള്ളത്. കാരണം എനിക്ക് അതേപോലെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഒരുപാട് ചിരിക്കുന്നു, തമാശകളൊക്കെ പറയുന്നു. അത് വിചാരിച്ച് സെഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാൻ അറിയാത്ത ഒരാളാണോ, അല്ലെങ്കിൽ തമാശ പറയാത്ത ഒരാളാണോ? കാരണം ഏതൊരു ബിഹേവിയർ മുമ്പിലും അതിനൊരു റീസൺ ഉണ്ടാവും. അത് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ മറ്റൊരു കേസ് നാം പറഞ്ഞില്ലേ, ഒരു എക്സ്പോഷർ കേസ്. ഈ എക്സ്പോഷർ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് അവിടെയാണ് അത് നടന്നത്. അയാൾ എന്റെ തലക്കിടിച്ചു, ആ സമയത്ത് കെട്ടയച്ചു. ഈ സമയത്ത് അയാൾ എന്റെ കോളർ ഷർട്ട് പിടിച്ചു നിൽക്കുന്ന അവസരത്തിൽ ആ ഒരു ക്ലീനർ നേരെ ഓഫീസിലേക്ക് വരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് എന്താണ്, ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്, എന്നോട് ആരാണ് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞിട്ടുള്ളത്? നിനക്ക് അതിന് അധികാരമില്ല, അവകാശമില്ല, ഇറങ്ങി പോവാൻ പറഞ്ഞു. ഈ ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. ആ സമയത്ത് എന്താണ് ഈ ഒരു ടൈം, അയാൾ കൈ കഴുകാതെ ഇത്ര സമയം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇത്ര ഇൻസിഡന്റ് സംഭവിച്ചപ്പോഴും എന്റെ മനസ്സിലുള്ളത് കൈ കഴുകാതെ ഒരു 5 മിനിറ്റ് അയാളെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അത് മാത്രം അവിടെ. പക്ഷേ ഈ സമയത്ത് ഇയാൾ എന്നെ തലക്കിട്ട് 2 എണ്ണം തന്ന സമയത്ത് ഞാൻ അയാളെ തിരിച്ച് 2 എണ്ണം കൊടുക്കുകയാണ്. അപ്പോ എനിക്ക് പുറത്ത് കാണിക്കുന്ന ഒരു ബിഹേവിയർ എന്താണ്, അതിനെ ഡിഫെൻഡ് ചെയ്യുക, എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതാണ്. അപ്പോ ഞാൻ അവിടെ മനസ്സിലായത് എന്താണ്, അത് അയാൾ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൽനെസിന്റെ റീസൺ ആയിട്ട് പുറത്തേക്ക് വന്ന ബിഹേവിയർ ആണ്. അയാൾ ഒരു മോശക്കാരനല്ല അവിടെ. അയാൾ ഒരു മോശമായിട്ടുള്ള സ്വഭാവക്കാരനല്ല. എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാളാണ്, ക്ലൈന്റ് ആണ്, നിരന്തരമായിട്ട് വരുന്ന അയാൾക്ക് കാരണം ഈ ഒരു ഇൽനെസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഈ സമയത്ത് എന്ത് ചെയ്യൂ, നമ്മൾ ഈ പറഞ്ഞ ടൈമിങ്ങിൽ ഞാൻ ആ ട്രീറ്റ്മെന്റ് എടുക്ക് പറയുന്നത് കൊണ്ട് അയാള് സ്വന്തം കൈ കഴുകാനുള്ള അല്ലെങ്കിൽ അതിലേക്കുള്ള ആ ഒരു പിന്നെന്താ മൈൻഡ് സെറ്റ് അയാളിൽ നിന്ന് പോയി. അയാള് പിന്നെ അവിടെ ഈ പറഞ്ഞ ശേഷം കൈയൊക്കെ വിട്ട് അവിടെ കൂളായിട്ട് ഇരുന്നു. ശേഷം ഞാൻ ജസ്റ്റ് എന്ന് ചോദിച്ചു, അപ്പോഴാണ് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് 7 മിനിറ്റ് 35 സെക്കൻഡ്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയം ഇത്ര സമയം നിങ്ങൾ കൈ കഴുകാതിരുന്നു എന്നുള്ളത്. അത് അയാൾ വലിയ അത്ഭുതത്തോടു കൂടി എത്രയും പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ട് എനിക്ക് ആ ഒരു മൈൻഡ് കൈ കഴുകാതെ വന്നിട്ടില്ലല്ലോ. ഇതാണ് ഒരു ഹാബിറ്റേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ജസ്റ്റ് ഞാൻ അയാളെ പിറകിൽ ചെയ്യുന്നത് കൈയൊക്കെ നമ്മൾ നീളത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് വെപ്പിക്കും. എന്നിട്ട് ആ കൈ കഴുകാതെ തന്നെ ആ സമയത്ത് അയാളെ ചെറിയൊരു ഫിസിക്കലി ആയിട്ട് ഒരു റിലാക്സേഷൻ കൊടുക്കും, അയാൾക്ക് ഒന്നുകൂടി മൈൻഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഈ ഒരു സംഭവം അയാളിൽ നിന്നും, കാരണം നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു അൾട്ടർനേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പകരം വെക്കാൻ പറ്റാത്ത ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സങ്കടങ്ങൾക്ക് പുറമേ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് നമ്മൾ ആ ക്ലീനർ അടുത്തേക്ക് ഞാൻ ഒരിക്കലും അവനോട് അത് പറയാം, പക്ഷെ അവിടെ എത്തിക്സ് എന്താണ്, അങ്ങനെ പറയണം. പിന്നെ ആള് തിരിച്ചു നേരെ ഞാൻ അയാളെ ഈ പരിപാടി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നേരെ അയാളടുത്ത് ഈ ഒരു ക്ലീനർ അടുത്തേക്ക് സംസാരിക്കാൻ സമയത്ത് അയാള് വളരെ സങ്കടത്തോടെ എന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം സാർ എന്നോട് അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ പറഞ്ഞു അവിടെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്, എന്ത് സംഭവിച്ചാലും നിനക്ക് അങ്ങോട്ട് വരാനുള്ള അധികാരം, പെർമിഷൻ ഇല്ല എന്നുള്ളത്. അല്ലാതെ നിനക്ക് എന്നോട് അപ്പൊ അവൻ പറഞ്ഞതാണ്, എനിക്ക് സിറ്റുവേഷൻ മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് അതിനിപ്പോ സങ്കടമൊക്കെ മാറി എന്ന് പറഞ്ഞു. അവിടെയും എന്താണ്, അവൻ അത് മനസ്സിലാക്കി.
കാരണം ഇവിടെ നടക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ പിന്നിലും ഒരു റീസൺ ഉണ്ട്, ഒരു ബിഹേവിയർ അയാളുടെ. അല്ലാണ്ട് നിസാം ഒരിക്കലും അങ്ങനെ എന്നോട് പെരുമാറേണ്ടതില്ല എന്നുള്ള ആ ഒരു സത്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോ ഇതാണ് ഒരു ആൾട്ടർനേറ്റീവ് ബിഹേവിയർ എന്ന് പറയും. ഇപ്പൊ പലരും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ജീവിതത്തിൽ പല ഇൻസിഡന്റുകളും സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പെരുമാറ്റത്തിൽ ചിരിക്കുന്ന ആളുകളുണ്ടാവും, വളരെയധികം ഓവറായി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ പിന്നില് പല കാരണങ്ങളും ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനെ മറച്ചു വെക്കാൻ വേണ്ടി അവർ കാണിക്കുന്നുണ്ടാവും. അത് വെച്ച് അയാളെ റിയൽ ലൈഫിൽ അയാളുടെ സ്വഭാവം അതായിരിക്കണം എന്നില്ല. അപ്പോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സ്വത്ത് വീതിച്ചതിൽ കുറച്ച് തന്നിട്ടുണ്ടാവും. പല കാരണങ്ങളും നിങ്ങൾക്ക് വെറുക്കാനുള്ള കാരണങ്ങൾ അവർക്ക് ഉണ്ടാവും. പിന്നെ അതൊന്നും എന്താണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ പാരന്റ്സിലേക്ക് തന്നെ പോവാണ്. വളരെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്ന അവരുടെ മക്കളായി നമ്മൾ ഇവിടെ ജനിച്ചു. അവർക്ക് നമ്മൾ ആ ഒരു കാലം അവർ കൂടെ നിന്നു എന്നുള്ള വലിയൊരു സത്യമാണ്. നമുക്ക് ഏറ്റവും വലിയ പുണ്യം അത് തന്നെ മതി. പിന്നെ എന്തിനാ ബാക്കിയുള്ള കാര്യങ്ങൾ? പിന്നെ അവരുടെ ജീവിത ശൈലികൾ അങ്ങനെയാണ്. ഇപ്പൊ പലർക്കും ഇതിന് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ലൈഫിലുണ്ടാവും. NPD പാരന്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും അടിയും പിടിയും കിട്ടിയ ആളുകളായിരിക്കും. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയുള്ള മനോഹരമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത്. പാരന്റിനെ ഇപ്പൊ നമുക്ക് ഒരു 5 സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അവർക്ക് വേണ്ടി. നമ്മളെ കൂടെ നിന്നും അകന്നു പോയിട്ടുള്ള എല്ലാ പാരന്റിനും വേണ്ടി നമുക്ക്, അതായത് എല്ലാ മതവിശ്വാസ പ്രകാരവും അവർക്ക് അവിടെയും നല്ല സമാധാനവും സന്തോഷം ലഭിക്കട്ടെ. അതേപോലെ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ള ആ ഒരു പാരന്റിന് നല്ലൊരു ദീർഘായുസ്സും ആരോഗ്യവും കിട്ടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുക. ഒരു 5 സെക്കൻഡ് എല്ലാവരും കണ്ണടക്കുക, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ 5 ചോദ്യങ്ങൾ കൂടി, ഒരു 5 ഇല്ല, ഒരു 3 ചോദ്യങ്ങളോട് കൂടി ചോദിക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ എഴുതി വെച്ചതാണ്. അതായത് ഇന്ന് എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവുന്ന ഒരു ഏറ്റവും മോശമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം എന്തായിരിക്കും? ആ ഒരു സാഹചര്യത്തിൽ ഞാൻ സാധാരണയായിട്ട് കാണുന്ന ഒരു പെരുമാറ്റം എന്താണ്? പ്രകടിപ്പിക്കാൻ പോകുന്ന ഒരു പെരുമാറ്റം എന്താണ്? ജസ്റ്റ് നിങ്ങൾ ജേർണൽ എഴുതുന്ന ആളുകൾ കുറെ ആളുകളുണ്ട്, എനിക്കറിയാം. അപ്പൊ ആ ജേർണലിന്റെ കൂടെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഇന്നത്തെ ഒരു ദിവസം എന്റെ ലൈഫിൽ രാവിലെ തന്നെ ഇതിലെ വൈകുന്നേരം രാത്രി കിടക്കുന്നവരെ എനിക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു സ്വഭാവം എന്താണ്? അതിന്റെ കൂടെയുള്ള വിശ്വാസം എന്താണ്? നമ്മൾ ബിലീഫിലേക്ക് പറഞ്ഞിട്ടില്ല. ബിലീഫ് എന്ന് പറയുന്നത് ഈ ആൾട്ടർനേറ്റീവ് ബിഹേവിയർ എന്താണ് മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന സമയത്ത്, എന്റെ അച്ഛൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലയന്റ് അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത് മോശമായിട്ടുള്ള ആ ഒരു വിശ്വാസം നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ടാവും, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ. എന്നോട് അച്ഛൻ സ്നേഹം കാണിച്ചില്ല, അതുകൊണ്ട് അയാൾക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നുള്ള ആ ഒരു വിശ്വാസം. അതേപോലെ ആ ക്ലയന്റിന്റെ ഭാഗത്ത്, അല്ലേ പറഞ്ഞ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സ്വന്തം ആ പെൺകുട്ടി കുടുംബത്തിലൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തും മനസ്സിൽ വയ്ക്കുകയാണ്, എനിക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ, വേറെ ആർക്കും കഷ്ടപ്പാടില്ല, എനിക്ക് ഈ അമ്മയും അച്ഛന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ആരുടെ സ്നേഹം കിട്ടില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ മാറ്റുക, നല്ലൊരു ജീവിതം സെലക്ട് ചെയ്യുക. ഓരോ ജീവിതത്തിലെ ഓരോ കാലവും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും അത് തിരിച്ചറിവോട് കൂടി, ഒബ്സർവേഷനോട് കൂടി ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക. തിങ്ക് ബിലീഫ് ആക്ട് എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അതിനുശേഷം അതെന്താണ്, എന്റെ മനസ്സിലേക്കുന്ന വിശ്വാസം എന്താണ്, ഞാൻ അവിടെ എന്താണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു പിന്നെ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി എന്ന് വിചാരിക്കുന്നു. വലിയൊരു ടോപ്പിക് അല്ല. ടോപ്പിക് എന്നോട് സജനാമൻ ചോദിച്ചത് ഇത് എന്ത് ടോപ്പിക് ആണെന്ന്. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവിടെ ഒരു സസ്പെൻസ് ആണ്, അവിടെ നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടി അറിയില്ല, എങ്കിൽ പോലും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മകൾ പഴയത് പോയിട്ടുണ്ടാവും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ഇനിയിപ്പോ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെയാണ് സാർ. ഓക്കെ, നീ പറഞ്ഞു തുടങ്ങിക്കോളി. സുസൻ മാം തുടങ്ങിക്കോളി. ആരും വരൂല, നിങ്ങൾ തന്നെ തുടങ്ങണം, ഞാൻ തുടങ്ങേണ്ടി വരും. യെസ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഇത് മോർണിംഗ് മാം. ഇത് ശരിക്കും ചിന്തിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു.
ഉം. അതെ. നമ്മളിങ്ങനെ സാറിന്റെ കേസുകൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. രസം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനേ നമ്മളിങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മള് ഉം. ഈഗറായിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സാറിന് ഇടി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കി. ഉം. ബട്ട് അല്ല, എനിവേ ഇടയ്ക്കൊക്കെ രണ്ടെണ്ണം കിട്ടണം. അൻസാർ സാർ പറയുമ്പോൾ രണ്ടെണ്ണം കിട്ടിയ കഴിഞ്ഞൊക്കെ ശരിയാവുന്നു പറയാറുണ്ട്. ഞങ്ങൾ തമാശ പറയാറുണ്ട്. യാ പക്ഷെ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോ അതൊരു സേഫ്റ്റി ഇഷ്യൂ അല്ലേ സർ? അതെ അതെ, സേഫ്റ്റി. അതെ, നമുക്ക് ഒരു ബെല്ലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബെല്ലുണ്ട്. ആ ആ ബെല്ല് എന്ത് ചെയ്യാം? കാരണം അവിടെ പിന്നെ ഞാനൊരു വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു അസിസ്റ്റന്റിന്റെ കൂടെ അല്ലാണ്ട് നമ്മൾ എക്സ്പോഷർ ചെയ്യാൻ പാടില്ല. കാരണം എനിക്ക് അവിടെ കാരണം ഞാൻ അവിടെ സേഫ്റ്റിന്റെ ആരെ വിളിച്ചു വരുത്തിയാൽ പോലും എനിക്ക് ആരുടെ സപ്പോർട്ട് ഇല്ല. കാരണം ക്ലയന്റ് എന്ത് സിവിയർ കേസ് ആണെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റൂൾസ്, എത്തിക്സ് അതാണ്. കാരണം അങ്ങനത്തെ അത്രയും സീരിയസ് ആയിട്ടുള്ള കേസുകൾ എന്നിട്ടും ഞാൻ റിസ്ക് എടുത്ത് ചെയ്തത് ഇത് മൈ ഓൺ റിസ്കിലാണ്. അപ്പോ നമുക്കൊരാളെ വിളിക്കാൻ പറ്റില്ല അവിടെ. ഇനി വിളിച്ചാൽ സെക്യൂരിറ്റി വരും, ആളെ പിടിച്ചു മാറ്റും എന്നുള്ളതല്ലാതെ പിന്നെ അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന റീസണുകൾ നമ്മൾ തന്നെ എഫക്റ്റീവ് എടുക്കേണ്ടി വരും. അപ്പൊ എന്താണ്, കിട്ടുന്നത് വാങ്ങി വെക്കുക എന്നുള്ളത്. നമുക്കറിയാം അത് കിട്ടുന്ന എത്ര ഉണ്ടാവും എന്നുള്ളത്. അതിന്റെ അപ്പുറം അയാൾ പോവില്ല. മാക്സിമം ഒരു മിനിറ്റോ 2 സെക്കൻഡ് 1-2 മിനിറ്റിന്റെ അപ്പുറം അയാൾക്ക് ഈ ഒരു ആങ്സൈറ്റി ഹൈ ആയി വരും. അതിനുശേഷം അയാൾ നാച്ചുറൽ ആയിട്ട് കുറഞ്ഞു വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. OCDന്റെ നമ്മുടെ ഹാബിറ്റേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് പോവാൻ അയാൾ എടുക്കുന്ന ആ സമയം, കാരണം കമ്പൽഷനിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ, അതിനാണ് ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഹാബിറ്റേഷനെ നമ്മളെ മുമ്പിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവിടെ ആങ്സൈറ്റി കൂടും. പിന്നെ പതിയെ പതിയെ ഈ ഒരു എവിടെയാണ് ആ പ്രോസസ്സിങ് നടന്നത്, ഞാൻ ആ ക്ലീനർ വന്നിട്ട് അയാളെ വഴക്ക് പറയുന്ന സമയമാണ് അയാളുടെ ശ്രദ്ധ എന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്, ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയാണ്. കാരണം ഞാൻ മനഃപൂർവ്വം ക്ലീനറെ ചീത്ത പറയല്ല. അവനറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അവസാനം പോവാൻ നേരത്തെ എന്നോട് ചോദ്യം നമ്മള് കിലുക്കത്തില് മറ്റേ മോഹൻലാൽ ചോദിച്ചില്ലേ, അവൻ എന്നോട് ശരിക്കും അയാൾക്ക് വട്ടാണല്ലേ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന് അവന് ഈ OCD എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോ ഇതേപോലെ നമുക്ക് ചില സമയത്ത് നമുക്ക് വളരെ ഇങ്ങനത്തെ അഗ്രസീവ് ഇമ്പൾസീവ് ഉള്ള പ്രവർത്തനം കാണേണ്ടി വരും. പക്ഷെ നമുക്ക് അത് അറിയാം, ഇങ്ങനെ കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്തതാണ്. അതൊരു വലിയൊരു ഹൈ റിസ്ക്. ഇറ്റ്സ് എ റിസ്ക് ദാറ്റ് യു ടോക്ക്, ബട്ട് ഐ ഗെസ് യു ടുക്ക് ഇറ്റ് ബിക്കോസ് യു നോ ഹൗ ഫാർ ഇറ്റ് വിൽ ഗോ. അല്ല, അതിനപ്പുറത്തോട്ട് ഉണ്ടാവില്ല എന്നൊരു ഭയങ്കര ഒരു കോൺഫിഡൻസിലാണ് സാർ അത് ചെയ്തത്. ബട്ട് അതെ അതെ അതാ എനിവേ സോ ക്ലയന്റ് എല്ലാം പൂർണ്ണമായിട്ട് സന്തോഷത്തിലേക്ക് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ അതെ, ഇതിൽ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. നിന്നൊക്കെ പിന്നെ മറ്റേ ഇത് മറ്റേ കഥയ്ക്കകത്ത് പറഞ്ഞത് അപ്പൻ കൊച്ചുമക്കളോട് സ്നേഹം കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഒത്തിരി കാണുന്നതാണ്. കാരണം മക്കളെ അതെ അതെ വളർത്തുമ്പോൾ ഈ ടെൻഷന്റെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആ തിരക്കിന്റെയും ടെൻഷന്റെയും പിന്നെ അത് തന്നെയല്ല അത്രയ്ക്കുള്ള ആ ഒരു ഏജ് ആ ഒരു സ്റ്റേജിൽ അത്രയ്ക്കൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അപ്പം അതെ പക്ഷെ കൊച്ചുമക്കൾ വരുമ്പോഴത്തേന് നമ്മൾ ഒത്തിരി ലീനിയന്റ് ആവും. ഇതൊക്കെ ഐ ക്യാൻ ഫീൽ ദാറ്റ്. അതെ അതെ അത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ദ പ്രോബ്ലം ഈസ് ആസ് യു ആർ ഗോയിങ് ത്രൂ ലൈഫ് ഇൻ ദാറ്റ് യങ്ങർ ഏജ് വിത്ത് റേസിംഗ് ചിൽഡ്രൻ ആൻഡ് ഗോയിങ് ത്രൂ ഓൾ ദ വേരിയസ് ഡിഫിക്കൽട്ടീസ്, അന്നേരം നമ്മൾ അത് ചിന്തിക്കില്ല. ഇല്ല അന്നേരം ഇല്ല ദ ടാസ്ക് അറ്റ് ഹാൻഡ് ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദം ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് എവറിഥിങ് ഈസ് ഓൾ റൈറ്റ് ആൻഡ് ഓൾസോ സെറ്റിംഗ് അപ്പ് ഡിസിപ്ലിൻ ആൻഡ് എവറിഥിങ് എൽസ്. പക്ഷെ കൊച്ചുമക്കളാകുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു സ്റ്റേജിലാണല്ലോ. യു ആർ ഇൻ മോർ ഓഫ് എ റിലാക്സ്ഡ്. അപ്പൊ അതെ അന്നേരം അതെ അപ്പം കൊച്ചുങ്ങളുടെ അടുത്ത് നമുക്ക് കൂടുതൽ സന്തോഷം പങ്കിടാനും അവരെ കുറച്ചുകൂടെ കരുതാനും ഇപ്പം മക്കൾ വഴക്ക് പറഞ്ഞാലും എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാനും ഒക്കെ നമ്മൾ അതെ ശ്രമിക്കും. പിന്നെ വൈഫിന്റെ മറ്റേ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത് യാ അതും നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിലോട്ട് അതെ വരുമ്പോഴത്തേന് നമുക്കൊരു പ്രത്യേക സെക്യൂർ ഫീലിംഗ് ആണല്ലോ. അതെ എന്റെ അപ്പനും അമ്മയും ഉള്ളപ്പം. പിന്നെ അപ്പനും അമ്മയും ഉള്ളപ്പോ ഇല്ലാത്തപ്പോ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണമെന്നേ തോന്നത്തില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം അവിടെ മുറിഞ്ഞു പോയില്ലേ. പറഞ്ഞു. അപ്പൊ അതെ, ആ പിന്നെ പെൺകുട്ടി അതെ. അവരെ മരണശേഷം ആള് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാല് യെസ് വീട്ടിലേക്ക് എല്ലാത്തിനും ഒരു അകൽച്ച പോലെയാണ്. സ്വന്തം റൂമിലേക്ക് ഒന്ന് നോക്കും. അതേപോലെ പഴയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത്, പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് സ്വന്തമായിട്ടുള്ള ആള് വളരെ ഒന്നും ആക്റ്റീവ് ആയിരിക്കില്ല. കാരണം ഞാൻ ശരിക്കും അതെ അനുഭവിച്ച എന്റെ വീട്ടില് പിന്നെ തറവാട്ടില് അനുജനാണ് താമസം. അനുജന്റെ വീട്ടിൽ വന്ന പിന്നെ അവിടെ കുറച്ച് പ്രയാസം ഉള്ളത് കൊണ്ട് ആരും അവിടെ നിൽക്കൂല. അപ്പൊ എന്ത് ചെയ്യും, തറവാട്ടിലെ കുറെ പഴയ സാധനങ്ങളും വേറെ സാധനങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും.
അപ്പൊ ഇവര് ഇങ്ങനെ ഓരോന്ന് വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് പെങ്ങന്മാരൊക്കെ ഉള്ള സമയത്ത് ഓരോന്ന് എടുത്ത് വന്ന് നോക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ റിമൈൻഡർ ആയിട്ട് എന്റെ മനസ്സിൽ ഞാനിത് കാണുകയാണ്, എന്റെ മൈൻഡിൽ ഇതൊക്കെ പോവുക. കാരണം ഇപ്പൊ അവരുടെ മനസ്സിൽ ഇപ്പൊ ചിന്താഗതി ഇതായിരിക്കും. പിന്നെ രാത്രി ആ പോവാൻ നിന്നിട്ട് നമ്മൾ അവരെ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എനിക്ക് ആ തോട്ട് എന്റെ ഒരു മൈൻഡ് സെറ്റിൽ വന്ന കാര്യം സത്യമായിട്ട് അവർ ഓരോന്ന് ഞാൻ ഇവരെ കയറി വന്നു അത് കണ്ടപ്പോ ഉമ്മനെ ഓർമ്മ വന്നു, ഉപ്പനെ ഓർമ്മ വന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് ആളുകൾ. കാരണം വന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഇവര് ചിലപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ വരും അടിയും ബഹളം ആയിരുന്ന സമയത്ത് ഒന്ന് റിയൽ ലൈഫ് ഒന്ന് മാറിയപ്പോ ആള് തന്നെ മാറി. അത് വിചാരിച്ച് പഴയ ആര് മാറുകയൊന്നുമില്ല. സ്വഭാവത്തിൽ ചില മാറ്റം സിറ്റുവേഷൻ അനുസരിച്ച് ആളുകൾ മാറുന്നു എന്നുള്ളതനുസരിച്ച് സ്വഭാവം മാറുന്നു. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതാ. അപ്പൊ അതിന്റെ ഒരു കീ ഐ ഗസ് നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് മാറ്റപ്പെടും അല്ലേ? ആ ഒരു അതെ ഓൾട്ടർനേറ്റ് ബിഹേവിയറിലേക്ക് നമ്മളങ്ങ് പോകും. അല്ലാതെ നമ്മൾ അതെ ചിന്തിച്ച് അങ്ങനെ മാറുന്നതല്ല, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് മാറും. ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക് ഐ ഗസ് ഈ ഓൾട്ടർനേറ്റീവ് ബിഹേവിയർ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, വെരി ഗുഡ് സെഷൻ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? നല്ല വിശേഷം സാർ. എന്നൊരു പുതിയ ഒരു രീതിയിലൊക്കെയുള്ള ക്ലാസ് കേട്ട് വളരെ സന്തോഷം. സാധാരണ കേൾക്കുന്ന CBT ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പം മൊത്തം സാറ് പറഞ്ഞതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു നട്ട്ഷെല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിഹേവിയറിനും പിന്നിലൊരു റീസൺ ഉണ്ട് അല്ലെ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെ നമുക്ക് ആളെ മനസ്സിലാവുള്ളൂ. മറ്റേ അതെ സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന മൂവിയില് KPS ലളിത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും പാവങ്ങളാണ് എന്ന്. അല്ലേ? അതെ അതെ അപ്പൊ അതെ എന്തുകൊണ്ടാണ് ആ ബിഹേവിയർ എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിന്റെ യഥാർത്ഥ കാര്യം അറിയുള്ളൂ. ഏതായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. നമ്മൾ വളരെയധികം മനസ്സിലാക്കാണ്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ കൗൺസിലിംഗ് മേഖല സൈക്കോളജി മേഖലയ്ക്ക് എന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻ അവർക്ക് കൊടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഒന്നും സക്സസ് അല്ല എന്നുള്ളതാണ്. ആദ്യം അവരുടെ ഇമോഷൻസിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അതിലൂടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ കേസ് ചിലപ്പോൾ 1-2 സെഷനോട് നിർത്തും. അതേ സമയത്ത് അവര് പ്രസന്റ് പ്രോബ്ലം മാത്രം കേട്ടിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു 10 സെഷൻ 25 സെഷൻ ആയി പോയ കഴിഞ്ഞ് അവിടെ ഒന്നും നടക്കില്ല. കാരണം ആ ഒരു അയാൾ അനുഭവിക്കുന്ന ഇമോഷൻസ് എന്താണ്, അയാൾക്ക് നമ്മളോട് പറയാനുള്ളത് പറഞ്ഞത് ഏതൊരു ഇമോഷൻസിലൂടെയാണ്. കാരണം ആ ഒരു അച്ഛന്റെ മനസ്സിൽ കൂടെ നമ്മൾ അയാൾ പേഴ്സണൽ നല്ല ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ എന്തിനാണ് വന്നത്, എന്തേലും വിഷമം തട്ടിയോ എന്നുള്ള ചോദ്യം അയാളെ പൂർണ്ണമായിട്ടും ആള് ഡെപ്തിലേക്ക് പോയി. അത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഇതേപോലെ ഇപ്പൊ ക്ലയന്റ് ചിലപ്പോൾ നമ്മളെ മുന്നിൽ ഒരുപാട് കരച്ചിലുണ്ടാവും, അതൊരു ഇമോഷൻസ് ആണ് അവർ പ്രകടിപ്പിക്കുക. പക്ഷെ അവർ ഇന്നർ ആയിട്ടുള്ള സാധനം ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നിങ്ങളെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് പോയി, എവിടെയോ ഒരു വല്ലാത്തൊരു വിഷമം നിങ്ങളെ മനസ്സിൽ തട്ടിയല്ലോ, ആ വിഷമം ഒന്നുകൂടി പറയാൻ പറ്റും, എനിക്ക് ഇപ്പറ ഈ പ്രശ്നം തന്നെയാണോ അതും ഉള്ളത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട് സാധാരണ, ഒരു ടെക്നിക്ക് പോലെ. അപ്പൊ ആളെ ഇമോഷൻസ് ഒന്നുകൂടി പുറത്തേക്ക് വരും. അപ്പൊ ആ കരച്ചിൽ നിർത്തിയിട്ട് അയാൾ എന്ത് ചെയ്യും, സങ്കടങ്ങളെ കൂടുതലായും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ എക്സ്പ്ലനേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും തരും. കാരണം ഇമോഷൻസിനെ നമുക്ക് ഇനിയിപ്പോ ക്ലയന്റ് മാത്രമല്ല, നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള നമ്മളെ കുട്ടികൾ, നിങ്ങള് പലതരത്തിലും. ഇപ്പൊ ഞാനിപ്പോ എന്തൊക്കെയോ നിങ്ങളോട് പറയാണ്, എന്തൊക്കെയോ പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ട്രോള് കിട്ടിയതുപോലെ ഞാൻ ചിരിക്കില്ല, സംസാരിക്കില്ല, ഒരു എക്സ്പ്രഷൻ ഇല്ല എന്നുള്ളത്. കാരണം എന്റെ ഒരു തിങ്സ് എന്താണ്, ഞാൻ തരുന്ന ആ ഒരു PPT ഉണ്ട്. കാരണം ആ PPTയിലേക്ക് മറ്റൊരു ബിഹേവിയർ ഞാൻ അവിടെ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് മറ്റൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കത് ഡീപ്പായി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു PPTക്ക് തന്നെ പൂർണ്ണമായിട്ട്, കാരണം ഒരു സ്ലൈഡ് എന്ന് പറയുന്ന 5 ലൈന് 3 ലൈന്, പക്ഷെ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന എന്തായി 2-3 കേസ് അതിലേക്ക് ആഡ് വന്നിട്ടുണ്ടാവും. അതേപോലെ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും അതിലേക്ക്. കാരണം ആ ഒരു അറ്റൻഷൻ അവിടെ മറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോ എന്റെ ഒരു ശൈലിയാണ് കേട്ടോ, ഞാൻ ഇപ്പൊ ചിരിക്കാതെ കൂടുതൽ വരകരായ ഗൗരവത്തോട് ചിലപ്പോൾ ഇരിക്കുന്നതും ചിലപ്പോ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഈ ഒരു പോർഷൻ അങ്ങ് കഴിഞ്ഞ് സിലബസ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ടോക്കിങ്ങിലേക്കായി, പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോ അവിടെ ചിരിക്കാൻ പറ്റാത്തത് അവിടെ അൻസാർ സാറ് പറഞ്ഞ അവിടെയും ഞാൻ ചിരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അത് ചിലപ്പോ ടോപ്പിക്ക് പറയും, ഞാൻ അവിടെ പഞ്ചാബി ഹൗസ് അല്ലല്ലോ എടുക്കാൻ പോണത്, അതൊന്നും മനസ്സിലാക്കുക. അപ്പോ സാറിനൊന്നും തോന്നരുത്, ഞാൻ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോ
നമ്മൾ CBT എടുക്കുകയാണെങ്കിലും കൗൺസിലിംഗ് കേസുകൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ പഞ്ചാബി ഹൗസ് അല്ല, അനിയത്തിപ്രാവ് അല്ല, സൂപ്പർമാൻ അല്ല അവിടെ ഉള്ളത്. അപ്പൊ എടുക്കേണ്ടത് നമ്മൾ സാഹചര്യം എന്ന് പറയുന്നത് ഒരു അൾട്ടർനേറ്റീവ് ബിഹേവിയർ മാത്രമാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. എനിവേ, താങ്ക് യു. Hello, good morning, യെസ് sir. മാം, How are ഗുഡ് you? മോർണിംഗ്. അയ്യോ, നമ്മുടെ CBT ലാസ്റ്റ് ബാച്ചിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പന്റ് ആയിരുന്നു മാം. വളരെ സന്തോഷം. Thank you, sir. Thank you for your compliment. So, Thank you. actually, ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇത് എന്റെ മൂന്നാമത്തെ സെഷനാണ് മോർണിംഗില്. ബിക്കോസ് ആ. ഫസ്റ്റ് സെഷൻ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നില്ല. കാര്യം എന്താണെന്നറിയോ? സോ ഫോർ എ ലോങ് ടൈം ഞാൻ ഇങ്ങനെ എനിക്കൊരു ഹാബിറ്റ് ആയി. ഇപ്പൊ ഞാൻ ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. ബിക്കോസ് ലേറ്റ് നൈറ്റ് വരെ എന്തൊക്കെയോ കുറിച്ചൊക്കെ ഇരിക്കും. ഐ നോ ദാറ്റ് വൺ അത് ഒരു റോങ് ഹാബിറ്റ് ആണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ആ ഹാബിറ്റ് മാറ്റണമെങ്കിൽ ഏകദേശം എന്റെ ഒരു എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. 1 വീക്ക് ഞാനത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് മാറ്റും. ഇപ്പം മാറ്റണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഡേയിൽ കയറിയത്. അലാം ഒക്കെ കൊടുത്ത് എന്താ പറയാ ആദ്യത്തെ സെഷന് വന്നു. പിറ്റേ ദിവസം ആയപ്പോ എനിക്ക് പിന്നെ ഉറങ്ങണമെന്ന് തോന്നി. എല്ലാം കേട്ടിട്ട് ഞാൻ ഉറങ്ങി. അങ്ങനെയായി. പിന്നെ ഇന്നലെ മുതൽ വീണ്ടും കയറാൻ തുടങ്ങി. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം. അപ്പൊ ഇതെല്ലാം കേട്ടു. ഇന്ന് ഓഫ് കോഴ്സ് നിസാവ് സാറിന്റെ സെഷനാണ്. ഫസ്റ്റ് CBT ക്ലാസ് ഞാൻ സാറിനെ കാണുമ്പോൾ പറഞ്ഞ പോലെ സ്മോൾ ഇമേജ്. സാർ എവിടെയോ ഒരിടത്ത് ഇങ്ങനെ അബുദാബിയിൽ ഇങ്ങനെ ഇരുന്നൊരു കുഞ്ഞു തല മാത്രം എനിക്ക് കാണാൻ പറ്റിയ ആദ്യം. പിന്നെ സാർ സ്ക്രീനിലോട്ട് വന്നു തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഐ ഫെൽറ്റ് ദാറ്റ് യു ആർ വെരി സീരിയസ്. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ വർക്ക്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിപ്പോ വന്നപ്പോഴത്തേനും സാർ പറഞ്ഞില്ലേ നമ്മൾ ഓൾട്ടർനേറ്റീവ് ബിഹേവിയറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിനോ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതുപോലെ കാണുന്നതാണ് ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതും. സർക്കംസ്റ്റാൻസസിനൊത്ത് നമ്മൾ ഓരോരുത്തരും മാറും. അപ്പൊ സാർ ഈ OCD ഒരു കേസ് പറഞ്ഞു. ശരിക്കും പറയാൻ അത് എന്താ പറയാ CBT ക്ലാസ്സിൽ സാർ പറഞ്ഞതാണ്. എനിക്കത് നന്നായിട്ട് ഓർമ്മ വരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ച് ഈ ജോക്കൊക്കെ എൻജോയ് ചെയ്യുന്ന ആള്. സാർ വല്ല കയ്യിലില്ല മഞ്ഞളും ഇതുമൊക്കെ പരട്ടി അയാളെ കെട്ടിയിട്ട് തിരിച്ചു പോയപ്പം അയാൾ അഴിച്ചു വിട്ടപ്പോ എനിക്ക് 2 കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണ്. അപ്പൊ ഹസ്ബൻഡ് നീ എന്തെങ്കിലും ശരിക്കും ഞാൻ പറഞ്ഞ നല്ലൊരു കേസ് കേട്ട എന്റെ സന്തോഷം ഞാൻ ചിരിക്കും. സാറിൻ്റെ വീണ്ടും ഈ ടോപ്പിക് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അപ്പോഴ് ഇനി സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് കയറട്ടെ, എന്തായിരിക്കും ഞാൻ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത്. ഓഫ് കോഴ്സ് യു ആർ എ കൗൺസിലർ, യു ആർ എ സൈക്കോളജിസ്റ്റ്, യു ആർ എ തെറപ്പിസ്റ്റ്. നമ്മുടെ ക്ലയൻസിന്റെ കാര്യങ്ങളായിരിക്കുമല്ലോ മിക്കവാറും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഇതെല്ലാം നമ്മൾ റിയൽ ലൈഫ് ഈവൻസുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അപ്പം ഞാൻ ഓർത്തു ഇത് തന്നെയായിരിക്കും സാറിന്റെ മനസ്സിലും വന്നത്. പിന്നെ ഇതിനേക്കാളൊക്കെ നമ്മൾ പറയും എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും, ഇതെല്ലാം ഞാൻ കേൾക്കുന്ന ഒരാളാണ്, ഒരു പരിധിവരെ സൊല്യൂഷൻസ് കൊടുക്കുന്ന ആളുമാണ്. പക്ഷേ ആസ് എ തെറാപ്പിസ്റ്റ് എന്റെ വിഷമങ്ങൾ പറയാൻ എനിക്കൊരു കൗൺസിലർ വേണ്ടേ? യൂഷ്വലി അത് കറക്റ്റ് അല്ലേ? നമ്മളൊരു കൗൺസിലർ എന്നല്ലേ, അല്ലെ ഒരു തെറാപ്പിസ്റ്റ് എന്നല്ലേ, അറ്റ്ലീസ്റ്റ് നമ്മളോടെങ്കിലും ഇതൊന്ന് പറഞ്ഞ് സോൾവ് ചെയ്യേണ്ടതല്ലേ പ്രോബ്ലം അല്ലേ? അപ്പൊ സാറ് രാത്രി ഇന്നലെ സാറിന്റെ ഇന്നലത്തെ കേസിന്റെ മൊത്തം ചിന്തകളായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പൊ സാറ് പറഞ്ഞില്ലേ ഞാൻ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് എന്റെ ഫസ്റ്റ് കേസ് എന്താ പറയാ ഏജ്ഡ് ആയിട്ടുള്ള ആളുടെ കാര്യം പറഞ്ഞു. സോ ഐ തോട്ട് ജസ്റ്റ് ഫ്ലാഷ് ലൈക്ക് മൈ പാസ് ഫേസ്, അല്ലെങ്കിൽ അങ്ങനെ വന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്കത് എൻ്റെ ഉപ്പനെയും അമ്മനെയും ഓർമ്മ വന്നു. സാറ് ഇൻ ഫ്യൂ മിനിറ്റ്സ് തന്നു പേരൻസിനെ പറ്റി ഓർക്കാൻ. ഞാനിപ്പം ശരിക്കും പറയാന് ഐ ഓൾസോ തോട്ട് എനിക്കൊരു മോനേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഈ ഓരോരുത്തരും ഇപ്പൊ സൂസൻ മാം ഒക്കെ ഷെയർ ചെയ്ത പോലെ നമ്മളൊരു പുതിയ ലൈഫിലേക്ക് വരുമ്പം ഇൻലോസ് ഒക്കെ വരുമ്പോഴും നമ്മൾ അവരുമായിട്ട് എന്താ പറയാ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം സൂസൻ മാമിന്റെ കാര്യം ഷെയർ ചെയ്തു, പറഞ്ഞ ഇതൊക്കെ ഓൾമോസ്റ്റ് ഫെമിലിയർ ആണെന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എങ്കിലും പറയാണ് ഇതൊക്കെ കേട്ടപ്പം സത്യം പറയാൻ ഒരു പുതിയ തോട്ടിലേക്കാണ് ഞാനും വന്നത്. നമ്മൾ എന്താ പറയാ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കാൻ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു സാറിൽ നിന്നും കിട്ടിയത്. അതിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നുള്ളതും ഒക്കെ എന്താ പറയാ ഇറ്റ് വാസ് അവയർനെസ്. അത് ഞാൻ പെട്ടെന്ന് അത് ഓർത്തുപോയി. എനിവേ ഞാനും 1 മിനിറ്റ് എന്റെ പേരൻസ് ദേ ആർ നോ മോർ നൗ, അവരെ പറ്റി ചിന്തിച്ചു. നമ്മൾ ലൈഫിൽ പലതും നമുക്ക് ഉണ്ടാവും, ഗുഡ് എക്സ്പീരിയൻസ് കാണാം, ബാഡ് എക്സ്പീരിയൻസ് കാണാം, ഇതൊക്കെ കാണാം. പക്ഷെ എങ്കിലും നല്ലത് മാത്രം എടുക്കുക, മറ്റേനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഓക്കെ സാർ, മോർണിംഗിൽ ഒരു നല്ല ഇറ്റ് വാസ് ലൈക്ക് എ ഫീസ്റ്റ്.
ഓക്കെ, ഓക്കെ, സോ താങ്ക് വെരി യു. നൈസ്. ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ഇടയ്ക്കെങ്ങാനും എനിക്ക് ഉറക്കം വന്നു ഹാഫ് സ്ലീപ്പിംഗ് കൂടെ ചിലപ്പോൾ ഞാൻ പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാണ്. 1 വീക്ക് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഴയതുപോലെ കാര്യം, ബിക്കോസ് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഉറക്കം ഒരു ഇത് വരുന്നത്. ലേറ്റ് നൈറ്റ് ആണ് പോകുന്നത് എങ്കിലും ഓരോ ദിവസവും ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് ആൻഡ് എ ന്യൂ നോളജ്. ഓക്കെ, താങ്ക് യു സർ. ഫ്രം ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു മാം. നിസാ സാറേ, യെസ്, പറയൂ മാം. അംബിക മാം പറയൂ. ഓക്കെ, നല്ല സെഷനായിരുന്നു. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ബിഹേവിയറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള എല്ലാ സെഷനെയും പോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് സാർ ഇതിനകത്തും കൊണ്ടുവന്നു. അപ്പോൾ നമുക്കൊക്കെ ഞങ്ങളൊക്കെ വളരെ എന്താ പറയുക, അത്ഭുതത്തോടെ അതൊക്കെ കേൾക്കണം. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതാക്കിയിട്ടൊക്കെ തിങ്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സാറ് ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. കാരണം സാറിന്റെ ഫേസിൽ നല്ല എക്സ്പ്രഷൻ ഉണ്ട്. എന്താ അത് പറയുക, ഞാന് ചിരിക്കുന്നുണ്ട്. അത് ഞാൻ ചില ആളുകൾക്ക് കാണിക്കാൻ വന്നതാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ചില അത് ആളുകൾ ഫോളോ ഞാൻ ചെയ്തു, ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് ചിരിക്കാനായിട്ട് ഫോളോ മെനക്കെട്ട് ചെയ്തോളൂ, വന്നതാണ്. ഫോളോ ചെയ്തോളൂ സാറേ. നന്നായിട്ടുണ്ട് ഇന്ന് ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള സാറിന്റെ സെഷൻ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്. അത് ഫോളോ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സാറേ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറയൂ. സാറിന്റെ CBT കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സാറ് ഭയങ്കര ഒരു എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ഇമോഷൻസ് ഉള്ള സ്റ്റോറി ആയിട്ടൊക്കെ വന്നത്. പക്ഷെ അതിന്റെ കൂടെ ഞാനും സഞ്ചരിക്കുമായിരുന്നു. സാറ് ഫസ്റ്റ് പറഞ്ഞ ഇൻസിഡന്റ് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അത് കേട്ടപ്പോൾ എനിക്കൊരു ഷോക്കായി. സാറിന് ഇങ്ങനെ അടി കിട്ടിയ പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും. പിന്നെ സാറ് രണ്ടാമത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ ഒരാളാണ്, ഒരു മോളാണ്. അപ്പൊ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ എന്റെ ജോലിയും മോടെ പഠിത്തവും എല്ലാം ആയിട്ട് ഞാനിങ്ങനെ പോവാണ് ആ ഒരു ഇതില്. പക്ഷെ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനോ ഒന്ന് മതിയാവോളം അവിടെ നിൽക്കാനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊന്നും എനിക്ക് ഇപ്പം പറ്റാറില്ല. ആദ്യമൊക്കെ പറ്റുമായിരുന്നു കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ. ഇപ്പം അവരുടെ ട്യൂഷനും സ്റ്റഡീസും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ലൈഫിലോട്ടാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിലുള്ള ഒരു തോട്ടായിരുന്നു ഇത്. ഇപ്പൊ സാറ് പറഞ്ഞത്, അയ്യോ എനിക്ക് എൻ്റെ പേരൻസിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, അവരെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ട് ഞാൻ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നല്ല ഇമോഷണലായി സാറിന്റെ സ്റ്റോറി കേട്ടപ്പം. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിപ്പോ അതിനെ കുറിച്ച് എനിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യും ഈ സംഭവം. കാരണം ഈ പറഞ്ഞ ട്യൂഷനായി മക്കളായി, പിന്നെ ട്യൂഷൻ അവരെ പഠനമായി, നമ്മളെല്ലാം ബിസിയാണ്. കാരണം ഒന്നും അറിയാത്ത 2 പേര് വീട്ടിലുണ്ട്. കാരണം അവരൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് മനപ്പോ പോവാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലായിട്ടല്ല, നമ്മുടെ സാഹചര്യം അതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഇനി പ്രായമായിട്ട് ഇവരെ അസുഖമായിട്ട് കിടക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പോയാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്തു കൊടുക്കാൻ പല ആൾക്കും പറ്റാറില്ല. കാരണം എന്താണ്, ചിലപ്പോൾ അവിടുത്തെ ആ മക്കളെ ഭാര്യമാര് പറയും, നിനക്ക് നീ വന്നോ, ഇടയ്ക്ക് നിന്റെ അച്ഛനമ്മ നിനക്കൊന്ന് നോക്കിക്കൂടെ എന്ന് പല പരാതികളൊക്കെ കേൾക്കും. പക്ഷെ അവിടെ നമുക്ക് നോക്കാൻ താല്പര്യമില്ലായിട്ടാണോ? അല്ല, നമ്മുടെ സാഹചര്യം ഇതാണ്. നമുക്ക് അതിനേക്കാളും വലിയ ഉത്തരവാദിത്തങ്ങൾ ഇവിടെയാണ്. പക്ഷെ ഇതൊരു സങ്കടമായിട്ടാണ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവുക. അതെ അതെ, എനിക്കറിയാം എന്റെ പേരൻസിന് വേറെ ആരും ഇല്ല, ഞാനേ ഉള്ളു. അപ്പം നമ്മൾ കെയർ ചെയ്യുന്നതിന്റെ കൂട്ട് വേറെ ആരും നോക്കിയാലും പറ്റത്തില്ല. നമ്മളിപ്പോ ഒരാളെ വെച്ച് നോക്കിയാൽ പോലും അത്രയും വരത്തില്ല, അതറിയാം. പിന്നെ സാറ് രണ്ടാമത് പറഞ്ഞ സ്റ്റോറി, അല്ല മൂന്നാമത് പറഞ്ഞ സ്റ്റോറി, മറ്റേ ഫാദർ ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്റെ ഫാദർ മിലിറ്ററി ആണ്. അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആള്. എൻ്റെ അടുത്തൊക്കെ മോർണിംഗ് രാവിലെ എണീക്കണം, പഠിക്കണം, എങ്ങനെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഭയങ്കര സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ലൈഫ് ഇതാവാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത് എൻ്റെ മോള് അച്ഛൻ കിച്ചണിലൊന്നും കയറാറില്ല, പിടിച്ചു നിർത്തിയിട്ട് അപ്പപ്പാ വാ ഇതെല്ലാം ചെയ്യേ എന്ന് പറയുമ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ എന്താണ് കിച്ചണില് ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്കും അമ്മയ്ക്കും ഒക്കെ അതിശയമാണ്. എന്നുവെച്ചാൽ അച്ഛൻ വേറൊരു അച്ഛനാണ്. അപ്പൊ സാർ പറഞ്ഞത് ഒരു ടോട്ടലി ചേഞ്ച് ആണ്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോയത്. അതേസമയം മോള് പറയുമ്പം മോൾ എന്ത് പറയുന്നു അതിനെല്ലാം അച്ഛൻ നിൽക്കുവാണ് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പൊ എന്തായാലും സാർ പറഞ്ഞതെല്ലാം വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതായിരുന്നു, നല്ല ഇമോഷണലി ഇതായിട്ടുള്ളതായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ ആ മൈൻഡ് സെറ്റ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് ഞാനൊന്ന്
റീതിങ്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് സാറേ. യു. ഇതിലിപ്പോ നമ്മൾ പറയാറില്ലേ കോമേതസിൻ താന് തന്തയാണെന്ന് ചോദിച്ചു മനസ്സിലല്ലേ ചോദ്യം നമുക്ക് വരില്ല ഇങ്ങനെ കാട്ടിക്കൂട്ടല് കാണുമ്പോ. അല്ല അപ്പൊ അവരുടെ അല്ല മൈൻഡ് സെറ്റ് മാറി സാറേ. അന്ന് അവര് പിന്നെ വർക്കിംഗ് ആയിരുന്നു, പിന്നെ അതെ വീട്ടിലും ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നു, ആ ഒരു രീതിയായിരുന്നു. ഇപ്പം അതെ അവര് അതെ റിട്ടയർഡ് ആയി. അവര് സത്യം പറഞ്ഞാൽ ചെറുതായതുപോലാ എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതെ അവരിപ്പോ നമ്മളെ ആ കുട്ടികളെ ചെറുതാവുകയാണ് അവര്. അതെ അതെ അതെ. എന്നാലും എനിക്ക് ഇത് വരും, ഞാന് പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇത് മോടെ അടുത്ത് ഒന്നുമില്ല. ആ ഒരു സെയിം ഏജ് ആണ് ഫാദർ. ഉം. അതെ അതെ. കാരണം അവര് മനസ്സിലെന്നറിയോ അവര് ഒരുപാട് സ്നേഹമുണ്ട്, ഇങ്ങനൊക്കെ സ്നേഹിക്കണം ആഗ്രഹം ഉണ്ടായി. ഇപ്പോഴാണ് അത് പതിയെ പതിയെ പുറത്തു വരാൻ സാഹചര്യവും സമയമൊക്കെ ആയത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരിക്കലും എതിർക്കാനോ അവരൊന്ന് സങ്കടപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ കാലം എത്രത്തോളം ജീവനോടെ ഉണ്ടാവോ അത് അത്രയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം ഇത് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് പാരന്റ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. പലർക്കും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. എന്റെ പേരന്റ് രണ്ടുപേരും ഇപ്പൊ ഇല്ല. അപ്പൊ അതൊക്കെ മറ്റുള്ള ആളുകൾ പാരന്റ് കൂടെ കാണുമ്പോൾ പോകുമ്പോ ഒക്കെ ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര ചിലപ്പോൾ വളരെ സന്തോഷം തോന്നും. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് വളരെ സങ്കടം തോന്നും. സ്വന്തം അച്ഛനെ ആ തെരുവിലിട്ട് അമ്മയെ അവിടെ കൊണ്ടുപോയിടുന്ന കാണുന്ന സമയം. മെനിയാന്നിട്ടോ ലാസ്റ്റ് ഒരു കണ്ട നോർത്ത് ഇന്ത്യയിലാന്ന് തോന്നുന്നു, കേരളത്തിലല്ല. ഒരു പ്രായമുള്ള ഏകദേശം ഒരു 80-85 വയസ്സുള്ള ഒരു അമ്മയുണ്ടാകും, മക്കള് രണ്ടും നിലത്തിട്ട് അടിക്കുകയാണ്, ഇങ്ങനെ എടുത്തിട്ട് എറിയാണ്. വളരെയധികം സങ്കടം തോന്നുന്ന കാര്യങ്ങൾ. അത് കാരണം ആ ഒരു ആ ടോപ്പിക് കണ്ട സമയത്ത് അത് കണ്ട ഞാൻ ഈ ടോപ്പിക് ഇവിടെ പറയണമെന്ന് വരെ എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒരിക്കൽ പോലും പാരന്റിങ് ഒരു ഓപ്ഷൻ സെഷൻ എടുക്കാൻ എനിക്ക് പേടിയാണ്. കാരണം ഒന്നുകിൽ ഞാൻ ഇമോഷനിലാവും, കാരണം അല്ലെങ്കിൽ എനിക്ക് അത് ആ സെഷൻ പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ പാരന്റ് സെഷൻ പൊതുവെ കുറവാണ് എല്ലായിടത്തും എടുക്കുന്നത്. ക്ലാസ് പോലും പാരന്റ് ടച്ച് ഉള്ളത് എടുക്കാറില്ല. എടുത്താൽ കാരണം എനിക്ക് ഇതേ പ്രശ്നങ്ങളാണ്. കാരണം നമ്മുടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓർമ്മകൾ വരും. അതേപോലെ ഇപ്പോഴത്തെ അനുഭവിക്കുന്ന നെഗറ്റീവ്സ് നമ്മുടെ മുമ്പിൽ ഒരു വിഷ്വൽസ് ആയിട്ട് വരും. അതൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ.